മലപ്പുറത്ത് പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ്റെ വീട്ടിൽ നിന്നും നമ്മളുടെ പ്രതിനിധി അഷ്കർ ചേരുന്നു. മൃതദേഹം 1 മണിയോടെ വീട്ടിലെത്തിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 മണിയോട് കൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഷൊർണൂരിലായിരിക്കും, ശാന്തി തീരത്തായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഷ്കർ, എങ്ങനെയാണ് ബന്ധുക്കൾ ആ വാർത്ത സ്വീകരിച്ചത്? തീർച്ചയായിട്ടും ഹൃദയം നുറുങ്ങുന്ന വേദനയോടുകൂടിയായിരിക്കും. ഇന്നു തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യം പുലാമന്തോളിൽ എത്തിച്ചതിന് ശേഷം പിന്നീട് ഷൊർണൂർ ശാന്തി തീരത്തേക്ക് കൊണ്ടുപോകുമല്ലേ? അരുൺ, അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിയോടെ തന്നെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സമയം മാത്രമായിരിക്കും വീട്ടിൽ പൊതുദർശനം ഉണ്ടാവുക. ആ പൊതുദർശനത്തിന് ശേഷം നേരെ മൃതദേഹം ഷൊർണൂരിലുള്ള ശാന്തി തീരത്തേക്ക് കൊണ്ടുപോകും. അവിടെയാണ് സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നത്. എന്തായാലും ഇന്നലെ തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഈ കുടുംബത്തിന് ഈ വാർത്ത തേടിയെത്തിയത്. നമ്മുടെ ഒരു മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള വേലായുധൻ്റെ മകൻ കൂടിയാണ് ബാഹുലയൻ. ഇവിടുത്തെ ഈ പ്രദേശത്തെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി നിലനിന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി അങ്ങോട്ട് വിദേശത്തേക്ക് പോകുന്നു. വിവാഹത്തിന് ശേഷം ഏതാനും 2019 ബാഹുലയൻ്റെ വിവാഹത്തിന് ശേഷം ഒരു തവണയാണ് അദ്ദേഹം ലീവിന് അവധിക്ക് വന്നത്. അങ്ങനെ അവധിക്ക് വന്നു കഴിഞ്ഞ് 1 വർഷം മുമ്പാണ് വീണ്ടും കുവൈത്തിലേക്ക് പോയത്. കഴിഞ്ഞ മാസം നാട്ടിലേക്ക് വരാനിരുന്നതായിരുന്നു കുടുംബത്തിൻ്റെ ഒരു കല്യാണത്തിന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കുടുംബം പൊട്ടിക്കരുന്നത്. മാത്രമല്ല, ഈ ഓണത്തിന് എന്തായാലും താൻ നാട്ടിലേക്ക് എത്തുമെന്നുള്ള ഒരു ഉറപ്പാണ് ബാഹുലയൻ കുടുംബത്തിന് നൽകിയിരുന്നത്. പക്ഷേ ബാഹുലയൻ്റെ വരവ് മറ്റൊരു രീതിയിലായി പോയി എന്നുള്ളതാണ് ഏറെ സങ്കടകരം. എന്തായാലും ആ ദുഃഖത്തിൽ തന്നെയാണ് ഈ വീടും കുടുംബവും നാടും എന്നൊക്കെ പറയുന്നത്. കാരണം അത്രത്തോളം നാട്ടുകാരുമായൊക്കെ ഇഴചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലാണ് അവിടുത്തെ സാമൂഹിക പരിപാടികളിലും കലാപരിപാടികളിലും ഒക്കെ തന്നെ സജീവമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളടക്കം വലിയ ആൾക്കൂട്ടം ഈ വീട്ടിലേക്ക് ഓരോ ദിവസം ആ വാർത്ത അറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഈ വീട്ടിലേക്ക് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ബാഹുലയൻ്റെ മൃതദേഹം അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഈ കുടുംബമടക്കം നാട്ടുകാരടക്കം കാത്തു നിൽക്കുന്നത്. എന്തായാലും 1 മണിയോടെ തന്നെ മൃതദേഹം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അതിൻ്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവിധ ഒരുക്കങ്ങളും കുടുംബം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീഷനും പുലാമന്തോളുള്ള ബാഹുലയൻ്റെ വീട് സന്ദർശിച്ചിരുന്നു. വലിയ കണ്ണീരോടുകൂടിയാണ് ആ സമയം കുടുംബമൊക്കെ ഈ പ്രതിപക്ഷ നേതാവുമായി സംസാരിക്കുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിൽ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഒരു വലിയൊരു വിഷമത്തിലേക്ക് ഒരു നാട് തന്നെ എത്തിപ്പെട്ടു എന്നുള്ളത്. കാരണം അത്രയേറെ നാട്ടിലെ എല്ലാ കലാപരിപാടികളുമായി ഒക്കെ തന്നെ ബന്ധമുള്ളൊരു മനുഷ്യൻ തികച്ചും അപ്രതീക്ഷിതമായി ഇങ്ങനെ ദാരുണമായി ജീവൻ നഷ്ടമാകുന്നു എന്നുള്ളത് അവർക്ക് അതിൻ്റെ ഉൾക്കൊള്ളാൻ പോലും ആയിട്ടില്ല. കാരണം ബാഹുലയൻ്റെ സുഹൃത്തുക്കളടക്കം ഒപ്പം കുവൈത്തിൽ ജോലി ചെയ്തിരുന്ന ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർക്കൊക്കെ പറയാനുള്ളത് ഇത്തരത്തിൽ 100 നാവാണ് ബാഹുലയനെ കുറിച്ച്. അത്രയേറെ നാടുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് ബാഹുലയൻ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെ ഏക ആശ്രയം കൂടിയായിരുന്നു. അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഒരു സഹോദരിയും ഭാര്യയുമാണ് ബാഹുലയനുള്ളത്. അതിൽ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കുടുംബത്തിന് ഏക ആശ്രയം വരുമാന മാർഗവും എല്ലാം ബാഹുലയൻ തന്നെയായിരുന്നു. അത്തരത്തിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു അത്താണി കൂടിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ള അത്രയേറെ ഒരു വേദന ഈ നാടിനോട് സമ്മാനിക്കുന്നു. ശരിയാണ് അഷ്കർ, എത്രയോ കുടുംബങ്ങളുടെ അത്താണിമാരാണ് ഇവരൊക്കെ. ആ കുടുംബത്തെ ഒന്ന് കരയ്ക്ക് കയറ്റാൻ വേണ്ടി പിടഞ്ഞു പോകുന്ന, തീർന്നുവെന്ന് തോന്നുന്ന ഘട്ടത്തിലൊക്കെ തിരിച്ചു വരാൻ വേണ്ടി ഇവരുടെ പ്രവാസ ജീവിതം കുടുംബത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. തളരിട്ട് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ.